നടത്തിവരുന്നതായ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ സുവിശേഷത്തിലൂടെ നടത്തുന്ന ഒരു ബോധവൽക്കരണ സന്ദേശ യാത്രയാണ് ഈ ദേശത്ത് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തത്. ഇന്ന് നാം നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന അനേക വേദനാജനകമായ അവസ്ഥയുടെ പരമ്പരകൾ നമുക്ക് കാണുവാൻ കഴിയും. പത്രമാധ്യമങ്ങളിലൂടെ, ടെലിവിഷൻ ചാനലുകളിലൂടെ, നമ്മുടെ വിരൽത്തുമ്പിൽ നിൽക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മുടെ കണ്ണുകൾ ഒടിക്കുമ്പോൾ മനുഷ്യ മനസാക്ഷി വളരെ വേദനിപ്പിക്കുന്ന നൊമ്പരപ്പെടുത്തുന്ന അനേകം മൃഗീയമായ പൈശാചികമായ വാർത്തകളുടെ പരമ്പരകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന സാക്ഷരതയിൽ മുമ്പിൽ ഈ കൊച്ചു കേരളത്തിൽ താമസിക്കുന്ന നമ്മുടെ ഇടത്ത് പോലും മൃഗീയമായ കൊലപാതകങ്ങളുടെ പരമ്പരകൾ നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കും. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. മനുഷ്യന്റെ സ്വഭാവം പ്രകടിപ്പിക്കാറില്ലെങ്കിലും മനുഷ്യൻ പലപ്പോഴും മൃഗീയമായ സ്വഭാവങ്ങളിലേക്ക് എത്തപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിലൂടെ നാം കേട്ടതാണ്, ഒരു പിഞ്ചു കുഞ്ഞിന്റെ ശരീരത്ത് 51ഓളം മുറിവുകൾ കണ്ടെത്തി. കാരണം രണ്ടാനച്ഛനും സ്വന്തം അമ്മയും ചേർന്ന് വളരെ മൃഗീയമായ കുഞ്ഞിനെ വാർത്തകൾ ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് കേരളക്കരയിൽ നാം വസിക്കുന്നിടത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കും ആരെയും സ്നേഹിക്കുവാനോ